ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ബ്ലാക്ക് ക്ലോവറിലെ ആസ്തയുടെ 4 സ്വാർഡ്സും അതിൻ്റെ എബിലിറ്റീസിനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഈ വീഡിയോയിൽ ബ്ലാക്ക് ക്ലോവർ ആനിമെ കംപ്ലീറ്റ് കാണാത്തവർക്ക് സ്പോയിലേഴ്സ് കാണും. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ബ്ലാക്ക് ക്ലോവർ വേൾഡിൽ ഓരോ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനും അവരുടേതായ മാജിക് പവേഴ്സ് ഉണ്ട്. ബട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടർ ആസ്ത മാജിക്ലെസ് ആണ്. ആൻഡ് ഈ വേൾഡിൽ മാജിക് യൂസേഴ്സിൻ്റെ കൂടെ പിടിച്ച് നിൽക്കാൻ ആസ്തയ്ക്ക് എന്തെങ്കിലും വേണ്ടേ? അവിടെയാണ് ഈ സോഡ്സ് വരുന്നത്. ആസ്തയുടെ ഓരോ 4 സോഡ്സിനും അതിൻ്റേതായ ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഉണ്ട്. ആസ്തയ്ക്ക് ഫസ്റ്റ് കിട്ടിയ സോഡാണ് ഡീമൺ സ്ലെയർ സോഡ്. ഈ സോഡ് ആസ്തയ്ക്ക് കിട്ടിയത് അവൻ്റെ ഗ്രിംവാർ സെറമനീൻ്റെ സ്ഥലത്ത് നിന്നാണ്. ആസ്ത മാജിക്ലെസ് ആയതുകൊണ്ട് തന്നെ അവന് ഗ്രിംവാർ സെറമണിയിൽ നിന്നും ഒരു ഗ്രിംവാറും കിട്ടിയില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം റെവച്ചി എന്ന് പറയുന്ന വില്ലൻ അവൻ്റെ ചെയിൻ മാജിക് യൂസ് ചെയ്ത് യൂനോൻ്റെ 4 ലീഫ് ഗ്രിംവാർ മോഷ്ടിക്കാൻ പോയപ്പോൾ ആസ്ത അവൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് യൂസ് ചെയ്ത് അവനെ ഫൈറ്റ് ചെയ്യാൻ പോയി. ബട്ട് റെവച്ചി അവനെ കംപ്ലീറ്റ്ലി ഡിമോളിഷ് ചെയ്യും ആസ്തേനെ. ആൻഡ് ആ സമയത്ത് ആസ്ത വരെ വിചാരിച്ചു പോവും അവൻ ശരിക്കും വിസാർഡ് കിങ് അവൻ വേർത്തിയാണോ അല്ലയോ എന്ന്. ആ സമയത്താണ് ആസ്തയ്ക്ക് അവൻ്റെ 5 ലീഫ് ഗ്രിംവാറും അതിനകത്തുള്ള ഡീമൺ സ്ലെയർ സ്വാഡും കിട്ടുന്നത്. ഇനി ഈ സ്വാഡിൻ്റെ എബിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് മാജിക്കിനെ കട്ടും ന്യൂട്രലൈസും ചെയ്യാൻ പറ്റും. ആൻഡ് ഈ സ്വാഡ് ഹെവി ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് പേസ്ഡ് മാജിക്കൽ അറ്റാക്സിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് പാടാണ്. ആൻഡ് ഈ സ്വാഡിനെ ആൻറ്റി മാജിക് യൂസ് ചെയ്ത് വലുതാക്കാനും ആൻഡ് ഇതിൻ്റെ റേഞ്ച് കൂട്ടാനും പറ്റും. ഇതിനാണ് ബ്ലാക്ക് ഡിവൈഡർ എന്ന് പറയുന്നത്. ആൻഡ് ആസ്തയ്ക്ക് ഈ സ്വാഡ് യൂസ് ചെയ്ത് പറക്കാനും പറ്റും. അടുത്തതായി ആസ്തയ്ക്ക് കിട്ടിയ സോഡാണ് ഡീമൺ ഡ്വെല്ലർ സോഡ്. ഈ സോഡ് ആസ്തയ്ക്ക് ഡഞ്ചൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോഴാണ് കിട്ടിയത്. ഡഞ്ചൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ നീറോ ആസ്തയുടെ തലേൻ്റെ മുകളിലിരിക്കുന്ന ബേർഡ് ആസ്തയ്ക്ക് ഈ സോഡ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈ സോഡ് യൂസ് ചെയ്താണ് ആസ്ത മാർസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തത് ഡഞ്ചനിൽ വെച്ച്. ഈ സോഡിൻ്റെ എബിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സോഡിന് മാജിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇതിന് ഒപ്പണൻസിൻ്റെ മാജിക് അബ്സോർബ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ആൻഡ് ആ സ്റ്റോർ ചെയ്ത് വെച്ച മാജിക് ആരുടെ മേലെ വേണമെങ്കിലും റിലീസും ചെയ്യാൻ പറ്റും. ഈ എബിലിറ്റി യൂസ് ചെയ്താണ് ആസ്ത നോയലിൻ്റെ വാട്ടർ മാജിക്ക് സ്റ്റോർ ചെയ്ത് മാർസിൻ്റെ മേളിൽ അറ്റാക്ക് ചെയ്തത്. ഈ സോഡ് ആസ്തയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം ഈ സോഡ് യൂസ് ചെയ്യുന്ന ആളുടെ മാജിക് ഇത് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ആസ്തയ്ക്ക് മാജിക് ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറ്റൂല. ഡീമൺ സ്ലെയർ സോഡ് മോസ്റ്റ്ലി മൈൻഡ് സ്പെല്ലും പ്രൊട്ടക്ഷൻ സ്പെല്ലിൻ്റെയും മുകളിലാണ് നന്നായിട്ട് വർക്കാവുന്നത്. അതേപോലെ തന്നെ ഈ സോഡ് ഫിസിക്കൽ സ്പെൽസിൻ്റെ മുകളിലാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ആസ്തയ്ക്ക് അടുത്തതായി കിട്ടുന്ന സോഡാണ് ഡീമൺ ഡിസ്ട്രോയർ സോഡ്. ഈ സോഡ് ആസ്തയ്ക്ക് എൽഫ് ക്ലാനിൻ്റെ ഫൈനൽ ബാറ്റിലിൻ്റെ ഇടയിലാണ് കിട്ടിയത്. ആൻഡ് ഈ സോഡിൻ്റെ എബിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സോഡ് യൂസ് ചെയ്ത് ആസ്ത പോയിസൺ മാജിക്ക് കാരണം എഫക്റ്റ് ആയ ആളുകളുടെ മുകളിൽ നിന്ന് പോയിസൺ റിട്രാക്ട് ചെയ്തായിരുന്നു. ആൻഡ് ഈ സോഡ് യൂസ് ചെയ്ത് ആസ്ത എല്ലാവരെയും ക്യൂർ ചെയ്തായിരുന്നു ആ പോയിസണിൽ നിന്ന്. ഈ സ്വാഡിൽ സ്പെല്ലിനെ റിട്രാക്ട് ചെയ്യാനുള്ള പവറുണ്ട്, ഈവനും സ്പെല്ല് ഓൾറെഡി കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിലും. ഈ സ്വാഡ് യൂസ് ചെയ്ത് ആസ്ത എൽഫ്സിൻ്റെ റീഇൻകാർണേഷൻ സ്പെൽസ് വരെ റിട്രാക്ട് ചെയ്തായിരുന്നു. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഈ 3 സോഡ്സും ആദ്യം ലിസ്റ്റ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ലിസ്റ്റ് ഈ സോഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സോഡ്സിൽ ആൻറ്റി മാജിക്കിൻ്റെ പവർ ഇല്ലായിരുന്നു. ലിസ്റ്റ് ഈ സോഡ്സ് ലൈറ്റ് മാജിക്കിൻ്റെ കൂടെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റർ കുറച്ച് കാരണങ്ങൾ കാരണം ലിസ്റ്റിൻ്റെ ഗ്രിംവാർ കറപ്റ്റായി 4 ലീഫിൽ നിന്ന് 5 ലീഫ് ഗ്രിംവാർ ആവും. ലിസ്റ്റിൻ്റെ കഥേനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലോങ് ആവും. അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. ഏറ്റവും അവസാനമായി ആസ്തയ്ക്ക് കിട്ടിയ സോഡാണ് ഡീമൺ സ്ലാഷർ കട്ടാന. യാമിയും ആസ്തയും ഡാർക്ക് ട്രേഡ് മെമ്പർ ഡാണ്ടയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ ആസ്തയുടെ കയ്യിൽ ഒരു സ്വാഡും ഇല്ലായിരുന്നു. അതുകൊണ്ട് യാമി അവൻ്റെ കട്ടാന ആസ്തയ്ക്ക് കൊടുക്കും. ആൻഡ് ആസ്ത ഈ കട്ടാനയിൽ ആൻറ്റി മാജിക് ചാനൽ ചെയ്ത് ഡാണ്ടേനെ സ്ലാഷ് ചെയ്ത് തോപ്പിക്കും. ആൻഡ് ഈ ബാറ്റിലിന് ശേഷം ആസ്തയുടെ ഗ്രിംവാറിൽ ഈ കട്ടാനയും സീലാവും. ആൻഡ് ഇതിൻ്റെ എബിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കട്ടാന യൂസ് ചെയ്ത് ആൻറ്റി മാജിക് സ്ലാഷസ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇതുവരെ കണ്ടവർക്കൊരു ബോണസ് പോയിൻറ്റ്. ആസ്ത ഡെവിൾസ് യൂണിയൻ ഫോമിൽ പോകുമ്പോഴത്തേക്കും അവൻ്റെ എല്ലാ സോഡ്സിൻ്റെ എബിലിറ്റീസ് ആംപ്ലിഫൈ ആവും. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ കണ്ടൻറ്റ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. ആൻഡ് ആസ് ഓൾവേസ് കീപ് ബീയിങ് ഓസം. ബൈ.